ജൂബീസ് ടേസ്റ്റ് ഹബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഒരു ചക്കക്കുരു മെഴുക്കുവരട്ടി തയ്യാറാക്കാം. അതിനിവിടെ ഞാൻ എടുത്തിരിക്കുന്ന അധികം മൂക്കാത്ത ചക്കക്കുരുവാണ്. അതാണ് മെഴുക്കുവരട്ടിക്ക് എപ്പോഴും നല്ലത്. ഇത് നമുക്ക് തൊലിയെ കളഞ്ഞത് പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചെറുതായിട്ട് കീറിയെടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇത് അധികം വെന്ത് പോകരുത്. അപ്പോൾ ഞാൻ ഇത് ചട്ടിക്കകത്താണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ചട്ടിയിലേക്ക് ഇതിട്ട് കൊടുക്കുവാണ്. ഇതിന് പ്രധാനപ്പെട്ടതാണ് കേട്ടോ തേങ്ങാക്കൊത്ത് ചേർക്കുമ്പോൾ ഈ മെഴുക്കുവരട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ ചക്കക്കുരു മെഴുക്കുവരട്ടി തയ്യാറാക്കുമ്പോൾ ഈ തേങ്ങാക്കൊത്തിട്ട് തന്നെ തയ്യാറാക്കണേ. കണ്ടോ, ഞാനൊരു അരമുറി തേങ്ങ കൊത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ളത്ര എടുക്കാം കേട്ടോ. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്ത് ഒരു കുറച്ച് വെള്ളം ഒരു കപ്പ് വേണ്ട കേട്ടോ, ഒരു അരക്കപ്പ് വെള്ളം മതി, അരക്കപ്പ് വെള്ളം. എന്നിട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിക്കാം. ഇനി കുക്കറിൽ വേണമെങ്കിൽ വെച്ച് ഒറ്റ വിസിൽ വരുത്തിയാൽ മതി കേട്ടോ, അപ്പോൾ വെന്ത് പോവില്ല. അപ്പോൾ ഞാനിപ്പോൾ ഈ ചട്ടിയിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു വെന്ത് വരട്ടെ. അധികം നേരം വേവേണ്ട ആവശ്യമില്ല കേട്ടോ, നമ്മൾ നെക്കി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഞാൻ കുറേ ചുവന്നുള്ളി കുറച്ച് അധികം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചതച്ച മുളക്, കറിവേപ്പില, പിന്നെ ഇത്തിരി വെളുത്തുള്ളി അത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. ചക്കക്കുരു വെന്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാനിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഇത്തിരി നല്ലപോലെ വേണം കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി കഴിയുമ്പോൾ മെഴുക്കുവരട്ടിക്കെല്ലാം ഒരു ഇത്തിരി എണ്ണ വേണമല്ലോ, അതുപോലെ ചക്കക്കുരുവിനാണ് ഇത്തിരി നല്ലപോലെ ചേർക്കണം. ഇനി നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് നമ്മൾ വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 8-10 കഷ്ണം വെളുത്തുള്ളി ഉണ്ട്, അതൊന്ന് ചതച്ച് വെച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ ചുവന്നുള്ളി അതുപോലെ തന്നെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ. അത്രയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇനി ഇതൊന്ന് മൂത്ത് വരണം. നമുക്ക് ഇതിനകത്തേക്ക് ഇത്തിരി കറിവേപ്പില, നല്ല കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത് അറിയാമല്ലോ, നമുക്കതിൻ്റെ മൂപ്പറിയാമല്ലോ. ഒരുവിധം നന്നായിട്ട് ഒന്ന് മൂത്ത് പതുക്കെ ഒന്ന് ചുവന്ന് കളറായി വരണേ. അപ്പോൾ ഇനി നിങ്ങളൊക്കെ മെഴുക്കുവരട്ടി തയ്യാറാക്കും ഇങ്ങനെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കണേ. ഇനി നമുക്ക് ആ ചതച്ച വറ്റൽമുളകല്ലേ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിയും എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം വെള്ളം വറ്റിച്ചെടുക്കണം. ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കണ്ടാൽ തന്നെ നല്ല മഞ്ഞ കളറ് ഉണ്ടോ, നല്ല രസമല്ലേ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടുപ്പത്ത് വെച്ച് നല്ലപോലെ വെള്ളം അല്ല, നന്നായിട്ടൊന്ന് ഉണക്കി ഇത്തിരി നേരം എണ്ണ കിടന്നൊന്ന് പാകമായി വരണം. അതിന് ശേഷം നമുക്കിത് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുള്ളായെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിൽ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാറുണ്ടെങ്കിൽ അതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കൊക്കെ അത് യൂസ്ഫുള്ളാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.